എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ ഏകാദശി കഞ്ഞിയും പുഴുക്കുമാണ്. ഗോതമ്പരിയുടെ കഞ്ഞി. അതിൽ കിടക്കുന്നത് കറിവേപ്പിലയല്ല, തുളസിയാണ് കേട്ടോ. ഇനി എന്താണെന്ന് ചോദിക്കേണ്ട, തുളസി ഇട്ടിരിക്കുന്നതാണ്. ഇത് ഗോതമ്പ് കഞ്ഞി, ഇത് പുഴുക്ക്. പയറും കടലയും അങ്ങനെ ധാന്യങ്ങളും വിത്തുകളൊക്കെ കൂടി ഇട്ടിട്ടുണ്ടാക്കുന്ന പുഴുക്കാണ്. അപ്പോൾ ഏകാദശിയുടെ എൻ്റെ ഭക്ഷണമാണ്. അപ്പോൾ വരൂ, നമുക്ക് കഞ്ഞി കുടിക്കാം. ഇതാ ഗോതമ്പരിയുടെ കഞ്ഞി ഉണ്ടോ, അങ്ങനെ കാട്ടിയ കഞ്ഞി. പിന്നെ പുഴുക്ക്, അതും കൂട്ടി നമുക്ക് ഏകാദശി കഞ്ഞി കുടിക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും, എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലുമൊക്കെ ഏകാദശി എടുത്ത് ഇപ്രകാരമൊക്കെ കഴിക്കാറുണ്ടോ? തൃശ്ശൂരുള്ളവരാണെങ്കിൽ ചെയ്യും. ഏകാദശി ദിവസം തൃപ്രയാർ പോകാറുണ്ട് വൈകുന്നേരം. അപ്പോൾ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അമ്മമാർക്ക് വയ്യാത്ത കാരണം അവരെ നോക്കാറുമില്ല, ഞാൻ വയ്യ. പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇപ്പോൾ വയ്യാണ്ട്. അതാ കാരണം കൊണ്ട് അവരോടും പറയാൻ പറ്റില്ല, ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ നോക്കണം, എങ്ങോട്ടും പോകാൻ പറ്റില്ല എനിക്കിപ്പോൾ. കൂട്ടിലടിച്ചക്കില്ലേ പോലെ ഇപ്പം എൻ്റെ ജീവിതം. അപ്പം എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഉള്ള കാലം, അന്ന് ഞാൻ കുട്ടിയാണ്. അപ്പോൾ കൂട്ടുകുടുംബമാണ് അന്ന്. അപ്പോൾ ഇന്നത്തെ പോലെ എനിക്കൊരു തരം, അവർക്കൊരു തരം, മറ്റവർക്കൊരു തരം ഒന്നും വയ്ക്കില്ല. അപ്പോൾ ഏകാദശി ദിവസം രാവിലെ എഴുന്നേറ്റ അച്ഛൻ്റെ അമ്മ ഈ കഞ്ഞിയും പുഴുക്കുണ്ടാക്കി വയ്ക്കും. അപ്പോൾ വേറെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഏകാദശി എടുക്കും. അന്ന് അനുസരണങ്ങളുണ്ടായിരുന്നേ. മുതിർന്നവർ പറയണം ഇത് കഴിക്കുമെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്ന കാലമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പഠിച്ചതാണ് ഞാൻ ഏകാദശി എടുക്കാൻ. ഇപ്പോൾ എല്ലാവരും ഓരോരോ കുടുംബങ്ങളായി മാറി. ഇപ്പം ഞാൻ മാത്രമായി ഇവിടെ. ഇപ്പോൾ തറവാട്ടിൽ ഞാൻ മാത്രമായി. അപ്പോൾ ഞാൻ മാത്രം, മറ്റുള്ളവർ എടുക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നും അത് തുടർന്ന് പോവുകയാണ്. വർഷത്തിൽ 3 ഏകാദശി എടുക്കും. ഞാൻ ഉള്ള കാലം അങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞാൽ തുടർന്ന് പോകാൻ എനിക്ക് മക്കളൊന്നും ഇല്ലല്ലോ. മക്കളൊക്കെ ഭക്ഷണം കഴിക്കുക. ചിലരൊക്കെ എന്തിനങ്ങനെ ഇതൊക്കെ എടുക്കണേ, കാറ്റും വെറുതും. ഇതൊക്കെ ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് അതൊക്കെ നല്ല ഗുണങ്ങൾ ചെയ്യും. വെറുതെ സമയങ്ങളിൽ നമ്മൾ മറ്റേ ചിന്തനകളൊന്നുമില്ല, ഈശ്വര ചിന്തന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം കിട്ടും. അതുപോലെ ഇതുപോലെ കർക്കിടമാസത്തിലെ ഇലക്കറി, അതുപോലെ ഇതുപോലെ പുഴുക്ക്, അതായത് വിത്തുകളൊക്കെ ഉണ്ടാക്കുന്ന പുഴുക്ക്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും. ചക്ക, കൊള്ളി, ചീര, ചേമ്പും തണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് പണ്ടത്തെ ഭക്ഷണം. അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ ആൾക്കാർ
80 വയസ്സായാലും ഇരിക്കണ കണ്ടുവോ? 90 വയസ്സായാലും നടക്കണ കണ്ടുവോ? അതാണ് മാറ്റം. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും ഒക്കെ ഒന്ന് വർഷത്തിൽ ഒരു 2 വട്ടമെങ്കിലും കഴിക്കുക. എന്നുമില്ലെങ്കിലും ആഴ്ചയിലില്ലെങ്കിലും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാവാനും ശുദ്ധമാവാനും നമ്മൾ ഇതുപോലെ വ്രതങ്ങളെടുക്കുക. മനസ്സിലായോ? കഴിക്കാത്ത കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം അറിയാത്ത. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചുറ്റുപാത്രത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചുവന്ന ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. നമുക്കിനി നാളെ ദ്വാദശിയുടെ ഊണുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.